ഇതൊരു സ്കൂൾ സമയമാറ്റം എന്ന വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മാത്രമായിരുന്നില്ല. ഇതിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയമുണ്ട്. കാരണം സർക്കാർ വഴങ്ങിയാൽ വഴങ്ങാതിരുന്നാൽ ഉണ്ടാവുന്ന പ്രതിസന്ധി അങ്ങേറ്റം സങ്കീർണമായിരുന്നു. കാരണം സമസ്ത പരസ്യ പ്രതിഷേധവുമായി മുന്നോട്ട് പോയാൽ അതുണ്ടാക്കുന്ന വെല്ലുവിളി ചെറുതല്ലായിരുന്നു. അതിനാണ് തൽക്കാലം പരിഹാരമുണ്ടാവുന്നത്. കെ പി റഹ്മത്തുള്ള മാധ്യമപ്രവർത്തകൻ നമുക്കൊപ്പമുണ്ട്. ശ്രീ കെ പി റഹ്മത്തുള്ള, സർക്കാരിനെ സംബന്ധിച്ച് ഇത് വളരെ ആശ്വാസകരമാണ്. കാരണം ഈ അധ്യയന വർഷം ഇത് പരിഹരിക്കുക അടുത്ത തവണ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യമാണ്. അതപ്പോൾ നോക്കാം. എന്തായാലും ഇപ്പോൾ ഇത് പരിഹരിച്ചു. സമസ്ത പിന്നോട്ട് പോയതോടെ ഇക്കാര്യത്തിൽ ഇനി ലീഗ് അടക്കം മുന്നോട്ട് വരുമോ? ലീഗിന് പ്രതിഷേധം ഉണ്ടാകുമോ? സമസ്തയുമായി ഈ പിണറായി സർക്കാർ ആദ്യ തവണ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ പുതിയ ബന്ധം സ്ഥാപിച്ചതാണ്. നേരത്തെ മുതൽ മുസ്ലിം ലീഗിന്റെ ഒരു പോഷക സംഘടന എന്ന നിലയിലാണ് ഇ.കെ. വിഭാഗം പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒന്നാം സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ എ.പി. വിഭാഗവുമായി പിണറായിക്കും CPM-നും ഒക്കെ ഉണ്ടായിരുന്ന ബന്ധം അതേ രൂപത്തിൽ ഇ.കെ. വിഭാഗം പുനഃസ്ഥാപിക്കുകയും സർക്കാരുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും ചെയ്തത്. ഇടയ്ക്കിടെ സമസ്തക്ക് രാഷ്ട്രീയമില്ല, ശരിദൂരവും സമദൂരവുമാണ് സമസ്തയുടെ രാഷ്ട്രീയം എന്ന രീതിയിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പോലുള്ള നേതാക്കന്മാർ സംസാരിച്ചു തുടങ്ങി. മാത്രമല്ല, ഈ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും നേരിട്ട് ഇ.കെ. വിഭാഗം പിണറായിയുമായും സർക്കാരുമായും ചർച്ചകൾ നടത്തുകയും ആ വിഷയത്തിൽ സർക്കാരിന്റെ കൂടി അംഗീകാരത്തോടുകൂടി നടപടികൾ സ്വീകരിക്കുന്നതുമാണ് നമ്മൾ കണ്ടത്. ആ നിലക്ക് തന്നെ വളരെ നല്ല ബന്ധം പൗരത്വ പ്രക്ഷോഭ കാലത്ത് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് മലപ്പുറത്ത് അധ്യക്ഷം വഹിച്ചത്. അതുപോലെ ഇ.കെ. വിഭാഗം സമസ്ത മുസ്ലിം ലീഗിൽ നിന്ന് ചെറിയ ഒരു അകലം പാലിച്ചുകൊണ്ട് തന്നെ സർക്കാരുമായി വളരെ അടുത്തു നിൽക്കുകയും സർക്കാരിന്റെ അംഗീകാരങ്ങളും അവർക്ക് വേണ്ട സർക്കാരിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങളും ഒക്കെ ചോദിച്ചു വാങ്ങുന്ന ഒരു രീതിയിലേക്ക് സമസ്ത ഒരു പുതിയ രാഷ്ട്രീയ മുഖം തുറന്നുകൊണ്ട് ഭരണാധികാരികളുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന ഒരു രീതിയിലേക്കാണ് വന്നത്. മാത്രമല്ല, എന്ത് കാര്യം വരുമ്പോഴും ഞങ്ങൾ UDF-ന്റെയോ LDF-ന്റെയോ ഭാഗമല്ല, ഞങ്ങൾ ഒരു മതസംഘടനയാണ് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് മദ്രസ സമയമാറ്റത്തിന്റെ വിഷയത്തിലും അവർ ആദ്യം രംഗത്ത് വന്നത്. ചർച്ച ആകാമെന്ന് പറഞ്ഞതോടുകൂടി അവർ ആ നിലയിലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുകയും സർക്കാരുമായി ചർച്ച നടത്തുകയും ഒരു യോജിപ്പിന്റെ മേഖല കണ്ടുപിടിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. സമസ്ത ആദ്യം ശക്തമായ പ്രതിഷേധവും പൊതുപരിപാടികളും ഒക്കെ നടത്തുമെന്ന് പറഞ്ഞ സമസ്ത പിന്നോക്കം പോകുന്നതോടുകൂടി തന്നെ ഇനി മുസ്ലിം ലീഗിനോ മറ്റ് പാർട്ടികൾക്കോ ഇത് ഏറ്റെടുത്ത് ഒരു വലിയ വിഷയമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയില്ല. മാത്രമല്ല, ആദ്യമായി ഈ വിഷയത്തിൽ പരസ്യമായ എതിർപ്പ് പ്രകടിപ്പിച്ച ഏറ്റവും ശക്തമായ മതസംഘടന സമസ്തയായിരുന്നു. അവർ സ്വാഭാവികമായും ഈ വിഷയത്തിൽ അനുരഞ്ജനത്തിന്റെയും യോജിപ്പിന്റെയും ഒക്കെ മേഖലകൾ കാണുന്നതോടുകൂടി ഈ വിഷയം ഈ സർക്കാരിന്റെ അവസാന കാലത്ത് അടഞ്ഞ അധ്യായമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, വളരെ നന്ദി കെ പി റഹ്മത്തുള്ള. RV ബാബു, ഹിന്ദു ഐക്യവേദി നേതാവ് നമുക്കൊപ്പമുണ്ട്. ശ്രീ RV ബാബു, പൊതുവിൽ ഈ സംഘപരിവാർ അനുകൂല സംഘടനകൾക്ക് നേരത്തെ പറഞ്ഞിരുന്നത് സമസ്തയടക്കമുള്ള മുസ്ലിം സംഘടനകൾക്ക് സർക്കാർ വഴങ്ങിക്കൊടുക്കുന്നു, ഈ സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ സർക്കാർ വഴങ്ങുന്നു എന്നതാണ് ഒരാക്ഷേപമായി ഉന്നയിച്ചത്. പക്ഷേ സംഭവിച്ചത് അതല്ല, സർക്കാർ പിന്നോട്ട് പോയില്ല. എന്താണ് സർക്കാരിന്റെ നിലപാടിനെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? രണ്ട് കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, സർക്കാർ ഈ വിഷയത്തിൽ സമസ്തയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയില്ല എന്നുള്ളത് സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്, അഭിനന്ദനാർഹമായ കാര്യമാണ്. പക്ഷെ സർക്കാർ എന്തുകൊണ്ട് വഴങ്ങിയില്ല എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കുമ്പോൾ കേരളത്തിൽ ഈ സർക്കാർ നിരന്തരമായി സംഘടിത ഈ മതശക്തികൾക്ക് മുമ്പിൽ കീഴടങ്ങുന്നു എന്നുള്ള ആക്ഷേപം വളരെ ശക്തമായിട്ട് സമൂഹത്തിൽ ഉയർന്നു വന്നതാണ്. ഇപ്പോ നിരവധി ഹൈന്ദവ സംഘടനകൾ, ക്രൈസ്തവ സംഘടനകൾ ഒക്കെ ഈ സർക്കാരിന്റെ ഒരു മതവിഭാഗത്തോടുള്ള പ്രത്യേക മമതയും അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രീണനവും ഒക്കെ വലിയ തോതിലുള്ള എതിർപ്പുകൾക്കും ജനങ്ങളുടെ ഭാഗത്ത് ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം ഉയർത്തുന്നതിലും ഒക്കെ കാരണമായിട്ടുണ്ട്. അപ്പോ യഥാർത്ഥത്തിൽ ഈ വിജയം ഈ വർഗീയ പീഡനത്തിനെതിരായി ഈ നാട്ടിലെ ഹൈന്ദവ സംഘടനകളും അതോടൊപ്പം തന്നെ ചില ക്രൈസ്തവ സംഘടനകളും ഒക്കെ ഉയർത്തിയിട്ടുള്ള വർഗീയ പ്രീണനത്തിനെതിരായ ആ പ്രതിഷേധങ്ങളുടെ വിജയമാണ്. അതല്ലെങ്കിൽ ആ ഒരു പ്രതിഷേധങ്ങൾ ഇവിടെ ഉയർന്നു വന്നില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും സർക്കാർ
ഈ മതവർഗീയ ശക്തികൾക്ക് മുമ്പിൽ മുട്ടുമടക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുൻ അനുഭവങ്ങൾ അതാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് സർക്കാരിന്റെ ഈ തീരുമാനം ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ളതാണ് എന്നുള്ളത് കൊണ്ട് തീർച്ചയായും ഒരു നല്ല കാര്യം ചെയ്താൽ അതിനെ അഭിനന്ദിക്കുന്നതിൽ നമുക്ക് ആർക്കും ഒരു വിരോധവുമില്ല. പക്ഷേ സർക്കാർ അങ്ങ് ആദർശപരമായ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് പിൻവാങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ആളുകളൊന്നും അല്ല ഞങ്ങൾ. ശരി, ഒരു കാര്യം കൂടി, ഈ സർക്കാരിന് ഒരു പക്ഷേ ഇതിന് മറ്റൊരു രാഷ്ട്രീയം കൂടി ഉണ്ട് എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? കാരണം ഇപ്പം മുസ്ലിം വിഭാഗത്തെ തൃപ്തിപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് ഈ തീരുമാനത്തിന്, ഈ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊടുത്താൽ എതിർഭാഗത്തുണ്ടാകുന്ന ഒരു വലിയ സമ്മർദ്ദം, അതുണ്ടാക്കുന്ന രാഷ്ട്രീയ നഷ്ടം, അതാണോ സർക്കാരിനെ ഈ തരത്തിൽ കടുത്ത നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക? ഞാൻ രണ്ടാമത്തെ കാര്യമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ് താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യം. കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഈ നിരന്തരം ഈ സർക്കാർ ഈ പറയുന്ന മതവിഭാഗത്തിനോട് പ്രീണനം നടത്തുന്നു. അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് അവരുടെ രാഷ്ട്രീയ നിലപാടുകളും സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള നിലപാടുകളും എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ തോതിലുള്ള ഒരു ആ കൺസോൾട്ടേഷനിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ BJP ആണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പ്രയോക്താക്കൾ അല്ലെങ്കിൽ വക്താക്കൾ എന്നുള്ളത് കൊണ്ട് BJPക്ക് അനുകൂലമായ ഒരു വലിയ മുന്നേറ്റം, രാഷ്ട്രീയ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ക്രൈസ്തവരുടെ ഭാഗത്തു നിന്നും BJPക്ക് അനുകൂലമായ ഒരു മാറ്റം ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ മുഴുവൻ ക്രൈസ്തവരുടെ ഭാഗത്തു നിന്നല്ല, ഒരു സർട്ടൻ ഡിവിഷൻ ക്രൈസ്തവര് ആ നിലയ്ക്ക് ചിന്തിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സർക്കാർ ഈ തരത്തിൽ മുന്നോട്ട് പോയാൽ തങ്ങൾക്ക് വലിയ തിരിച്ചടി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഇനിയും 3 മാസം മാത്രം ബാക്കിയുള്ളൂ. അപ്പോൾ 3 മാസങ്ങൾക്കുള്ളിൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലേക്ക് ഈ നിലയ്ക്ക് മുന്നോട്ട് പോയാൽ വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക. ഈ കേരളത്തിലെ മറ്റു മതേതര വിഭാഗങ്ങൾ ഈ മതപ്രീണനത്തിനെതിരായിട്ടുള്ള വലിയ ഒരു തിരിച്ചടി ഈ സർക്കാരിന് നൽകുന്നുള്ള പേടിയും കൂടി ഈ സർക്കാരിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ്. പക്ഷേ ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം, ഇന്നലത്തെ നടന്ന ചർച്ചയിൽ NSS, SNDP, അതേപോലെ MES തുടങ്ങിയിട്ടുള്ള വിദ്യാഭ്യാസ സംഘടനകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന സംഘടനകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സർക്കാർ ചർച്ച നടത്തിയത്. അവിടെ എന്തിനാണ് സമസ്ത വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സമസ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടോ എനിക്കറിയില്ല. പൊതുവിദ്യാഭ്യാസ ഒരു വലിയ പ്രതിഷേധം ഉയർത്തിയ സംഘടന വിളിക്കുക സ്വാഭാവികമാണല്ലോ, അതല്ലേ സംഭവിച്ച? അല്ല, ഇവിടെ ചർച്ച ചെയ്യുന്നത് ആരുമായിട്ടാണ്? സമസ്തയുടെ പ്രതിഷേധം, സമസ്തയോട് ചർച്ച ചെയ്യുന്നതിൽ ഒരു വിരോധം നമുക്കില്ല. പക്ഷേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന സംഘടനകളെ വിളിക്കുന്നു, ഒപ്പം സമസ്തയെ വിളിക്കുന്നു. സമസ്ത എവിടെ എന്താ കാര്യം? സമസ്തയെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചർച്ച ചെയ്യണം. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന സംഘടനകളോടൊപ്പം സമസ്തയെ വിളിച്ചത് എന്തിനാണ്? അതൊരു ചോദ്യമാണ്. സമസ്തയുടെ കീഴിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ, അവർ സ്വാഭാവികമല്ലേ അപ്പോൾ വിളിക്കേണ്ടത്?